വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വേണം പറയാൻ വേണ്ടിയിട്ടാ? ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 1, 3, 4 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് 1, 3, 4. അപ്പൊ അതായത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ഉദ്ദേശം മീൻസ് പർപ്പസ് എന്ന് പറഞ്ഞു വെച്ചേക്കാം. എന്താണ് പർപ്പസ്? പ്രക്രിയ മീൻസ് പ്രോസസ്. വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ. സ്ഥലം പ്ലേസ്. അപ്പൊ ഏതൊക്കെയാണ് 4Psനകത്ത് വരുന്നത്? പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ്. പറഞ്ഞേ, പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ്. വകുപ്പ് വൽക്കരണവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നമ്മൾ ഹൈറാർക്കി മോഡൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി പഠിക്കത്തില്ലേ? ശ്രേണിപരമായിട്ടുള്ള ഘടനകളൊക്കെ പഠിക്കത്തില്ലേ? ഇപ്പൊ വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. പർപ്പസ്, പ്രോസസ്, പേഴ്സൺ ആൻഡ് പ്ലേസ്. ഒരു സംഘടനയുടെ അടിസ്ഥാനമായി ഇതെന്താണ്? വർക്ക് ഡിവിഷൻ എന്നൊക്കെ, അല്ലെങ്കിൽ വർക്ക് ഡിവിഷൻ ആണ് ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത്. എന്താണ് വർക്ക് ഡിവിഷൻ? അദ്ദേഹത്തിന് വകുപ്പ് വൽക്കരണ സിദ്ധാന്തം അല്ലെങ്കിൽ വർക്ക് ഡിവിഷന്റെ ഭാഗമായിട്ട് ഒരു സംഘടനയെ അടിസ്ഥാനമായിട്ട് ഒരു വകുപ്പ് വൽക്കരണ സിദ്ധാന്തം, എന്താണ് വകുപ്പ് വൽക്കരണ സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂതർ ഗൂലി ആണ്. ലൂതർ ഗൂലി. വർക്ക് ഡിവിഷൻ അഥവാ വകുപ്പ് വൽക്കരണം, വർക്ക് ഡിവിഷനെ അടിസ്ഥാനമാക്കിയിട്ട് വകുപ്പ് വൽക്കരണം നടപ്പിലാക്കിയത്. വകുപ്പ് വൽക്കരണം നടപ്പിലാക്കിയത് ആരാണ്? ലൂതർ ഗൂലി ആണ്. അപ്പൊ ഇത് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഈ 4Ps ഉണ്ടല്ലോ, പർപ്പസും പ്രോസസും പേഴ്സണും പ്ലേസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ്, ഒരു ഡിപ്പാർട്ട്മെന്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു സ്ഥാപനങ്ങളിൽ ഈ 4Ps എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു വകുപ്പിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4Ps ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള 4 പില്ലേഴ്സ് ഉണ്ട്. അതിനെന്ത് ഉദ്ദേശമുണ്ട്, അതിന്റെ പ്രോസസ് എന്താണ്, ഏതൊക്കെ വ്യക്തികളാണ്, ഏത് സ്ഥലമാണ്, അതാണ് ഒരു വകുപ്പ് വൽക്കരണവുമായി ബന്ധപ്പെട്ട ലൂതർ ഗൂലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 4Ps എന്ന് പറയുന്നത്. ഇതിനെ കൂടെ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹമാണ് ഏത്? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ, എന്തൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ മാനുഷികമായിട്ട് എന്തൊക്കെ വിഭവശേഷി ഉണ്ടോ, ആ സ്കിൽസ് എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി ശാസ്ത്രീയമായി വിനിയോഗിക്കാനുള്ള പ്ലാൻസ് ഒക്കെ തയ്യാറാക്കുന്നതാണ് ആരുടെ പ്രധാനപ്പെട്ട ജോലി? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നത് ഏത് എന്നൊക്കെ പറഞ്ഞ് ഡിഗ്രി ലെവൽസിന് വല്ലപ്പോഴും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഹൈറാർക്കി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ശ്രേണീപരമായ സംഘാടനം. എന്താണ്? ശ്രേണീപരമായ സംഘാടനമാണ് അതിന്റെ ഒന്നാമത്തെ സവിശേഷത. ഏതാണ്? ശ്രേണീപരമായിട്ടുള്ള ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ ആണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഹൈറാർക്കിയൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. അതായത് ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിൽ വരുംതോറും ഉദ്യോഗസ്ഥരും, അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ ഉദ്യോഗസ്ഥരും താഴോട്ട് വരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരും വരുന്ന ഒരു ഹൈറാർക്കിയൽ മോഡലാണ് ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് രാഷ്ട്രീയക്കാരെ പോലെയാണോ അതോ ഒരു കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്താണ്? സ്ഥിരതയുണ്ട്. അതായത് ജോലിക്ക് എന്തുണ്ട്? സ്ഥിരതയുണ്ട്. അതായത് ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവനം അനുഷ്ഠിക്കാൻ പറ്റും. അടുത്തത്, ഇവർക്ക് പിന്നെ വൈദഗ്ധ്യമുണ്ടോ, അതായത് ഒരു കാര്യത്തിനകത്ത് ഇവരുടെ പ്രൊഫഷണലിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതായത് ഓരോ കാറ്റഗറിയിലുമുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട അതിനകത്ത് എന്തുണ്ടായിരിക്കും? അവർ നല്ല പ്രൊഫഷണൽസ് ആയിരിക്കും. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ എന്തുള്ളവരായിരിക്കും? വൈദഗ്ധ്യം ഉള്ളവരായിരിക്കും. അടുത്തത്, അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. എന്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്? യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇവർക്ക് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ക്വാളിഫിക്കേഷൻ ആയിട്ട്, അതായത് വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യവും നമ്മളിവിടെ ഓർത്ത് വെച്ചേക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുന്നതാണ്. അടുത്തായിട്ട് എന്താണ്? പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടായിരിക്കണം. എന്താണ്? പൊളിറ്റിക്കൽ ആയിട്ട് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയമായിട്ട് എന്തായിരിക്കണം?
നിഷ്പക്ഷത ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം, 5 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത്. ഹൈറാർക്കിയൽ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഒരാൾ താപ്പോട്ട് വരുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കുന്നതാണ് ഹൈറാർക്കിയൽ അഥവാ ശ്രേണിപരമായിട്ടുള്ള സംഘാടനം ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഇന്ന വയസ്സ് വരെ സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നിട്ട് ഒരു കാര്യം, അതായത് ജോലിക്ക് ഒരു ഉറപ്പ് വരുന്നുണ്ട്. പിന്നെ എല്ലാ ഉദ്യോഗസ്ഥരും അവരവരുടെ മേഖലകളിൽ പ്രൊഫഷണൽസ് ആയിരിക്കും. ദെൻ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനമായിട്ടായിരിക്കും അവരവർക്ക് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതും ഇവർക്ക് അനുസരിക്കേണ്ട കാര്യമില്ല. അതായത് രാഷ്ട്രീയ കക്ഷി ഏത് അധികാരത്തിൽ വന്നാലും തങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നയങ്ങൾ നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥരെ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. ഇതാണ് ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് മൊത്തത്തിൽ കണക്ട് ചെയ്തു, ഈ പറയുന്ന വാട്ട് ഈസ് 4P എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട 5 പോയിന്റ്സും ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ 4Ps ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. പർപ്പസ്, പ്രോസസ്, പേഴ്സൺ ആൻഡ് പ്ലേസ്. പർപ്പസ്, പ്രോസസ്, പേഴ്സൺ ആൻഡ് പ്ലേസ്. അതായത് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്, അപ്പം നമ്മൾക്ക് ഈ ഓപ്ഷനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്ത് നമ്മൾ ആക്ച്വലി നോക്കണം, നെറ്റ് ഉണ്ട് സംഭവം നോക്കണം. അതായത് ദേശീയ വരുമാനം അറ്റ എന്നിട്ടുള്ള ടേംസിലെ എപ്പോഴും എന്ത് തുടങ്ങത്തുള്ളൂ. അപ്പൊ ഈ ഓപ്ഷനകത്തുനിന്ന് നമ്മൾക്ക് എൻ, അതായത് ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തം, നെറ്റ് മീൻസ് അറ്റ, അത് നമ്മൾ തിരിച്ചറിഞ്ഞു വെച്ചിരിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഗ്രോസ് മീൻസ് മൊത്തം, നെറ്റ് മീൻസ് അറ്റ. അപ്പൊ അറ്റ ദേശീയ ഉൽപ്പന്നം എന്തിൽ പറയുമ്പോഴാണ് നമ്മൾക്ക് അതിനെ ദേശീയ വരുമാനമായിട്ട് പറയുന്നത്? ഫാക്ടർ കോസ്റ്റിൽ പറയുമ്പോഴാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. എന്ത് വളരെ സിമ്പിൾ ആണ് ഈ ചോദ്യം. പക്ഷെ ഘടകമൂല്യത്തിൽ ഫാക്ടർ കോസ്റ്റില് എന്ത് പറയുമ്പോഴാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ദേശീയ ഉൽപ്പന്നം, അതായത് നെറ്റ്, ഫുൾ ഫോം എന്താ പറയുന്നത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെ? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം ഫാക്ടർ കോസ്റ്റിൽ പറയുന്നതിനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇനിയും അതായത് ഘടക ചെലവെന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ വരുമാനം ഏതിന് തുല്യമായിട്ടാണ് പറയുന്നത്? ഘടക ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നത്തിനാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു സാധന സേവനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ്, നമ്മൾ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇങ്ങനെ എഴുതത്തില്ലേ? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം അറിയപ്പെടുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇതുവഴിയിട്ടാണ്. ഫാക്ടർ കോസ്റ്റിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും റിയൽ വാല്യൂ കിടക്കുന്നത്. എന്ത് കിടക്കുന്നത്? റിയൽ വാല്യൂ. ഫാക്ടർ കോസ്റ്റിൽ പറയുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? അതിന്റെ ഒറിജിനൽ വാല്യൂ, യഥാർത്ഥ മൂല്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും എന്ത് ചെയ്യും? തേയ്മാനവും അറ്റ പരോക്ഷ നികുതിയും കുറയ്ക്കണം. മനസ്സിലായോ പറഞ്ഞത്? റിയൽ വാല്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മൾ ഒരു 100 രൂപയ്ക്ക് ഒരു 150 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു. പക്ഷേ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന തേയ്മാനം, നമുക്ക് കുറച്ച് ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും, നമ്മൾ കുറച്ച് ടാക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒറിജിനലി നമുക്ക് 120 രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഒറിജിനലി 100 രൂപയ്ക്കാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ 150 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാലും നമുക്ക് ആ 150 രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഈ 120 മാത്രമേ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലഭിക്കുന്നുള്ളൂ. ചില ആൾക്കാർ, കച്ചവടക്കാരൊക്കെ പറയത്തില്ലേ, എല്ലാം കഴിഞ്ഞ് എനിക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ, ഈ പറയുന്നത് പോലെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മിക്ക ആൾക്കാരും പറയുന്നതിന്റെ റീസൺ എന്താണ്? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറയുന്ന ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവും വണ്ടിക്കൂലി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിനകത്തേക്ക് ഉൾപ്പെടുന്നത് കൊണ്ടാണ് അവർ പറയുന്നത് എന്ത്? ആ റിയൽ വാല്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് അവർക്ക് ഒരു മാർജിൻ, ഒരു കുറച്ച് ലാഭം കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അതായത് അവരിപ്പോ 150 രൂപയ്ക്ക് വിറ്റാലും എന്തൊക്കെ അതിൽ നിന്ന് കുറയ്ക്കണം? ഡിപ്രീസിയേഷനും കുറയ്ക്കണം, ഈ പറയുന്ന പരോക്ഷ നികുതിയും അതിൽ നിന്ന് കുറച്ചെങ്കിൽ മാത്രമേ എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? ഫാക്ടർ കോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഒന്നുകൂടെ പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് അറ്റ ദേശീയ ഉൽപ്പന്നം മറ്റ് ഫാക്ടർ കോസ്റ്റിൽ പറയണമെങ്കിൽ GNP, അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അത് ഫാക്ടർ കോസ്റ്റ് മൈനസ് നമുക്ക് എന്ത് വരണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇങ്ങനെ തന്നെ വെച്ച് പരീക്ഷയ്ക്കകത്ത് വേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മൈനസ് ചെയ്യുമ്പോൾ ഫാക്ടർ കോസ്റ്റിലെ എത്രയാണ് ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. മനസ്സിലാവുന്നോ പറയുന്നത്? അതായത് ചിലപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ തരും, ചിലപ്പോൾ നമുക്ക് എന്ത് തരും? പരോക്ഷ നികുതി തരും. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ.
ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾക്ക് ദേശീയ വരുമാനം എന്ന് പറയുന്നത് റിയൽ വാല്യൂ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്തിൽ പറയണം? ഫാക്ടർ കോസ്റ്റിൽ പറയണം. എങ്ങനെ? NNBയിൽ പറഞ്ഞെങ്കിലേ കറക്റ്റ് ആവത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു നാഷണൽ പ്രൊഡക്റ്റ് ഉണ്ട്, അത് മൊത്തമാണ്. മൊത്തം ദേശീയ ഉൽപ്പന്നം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ ദേശീയ ഉൽപ്പന്നമായിട്ട് മാറുമോ? മൊത്തം ദേശീയ ഉൽപ്പന്നമാണോ അറ്റ ദേശീയ ഉൽപ്പന്നം? മൊത്തം ദേശീയ ഉൽപ്പന്നമാണോ അറ്റ ദേശീയ ഉൽപ്പന്നം? അല്ല. കാരണം മൊത്തത്തിൽ നിന്ന് എന്തുകൂടെ കുറയ്ക്കണം? നമ്മൾക്കുണ്ടാകുന്ന തേയ്മാനം കുറയ്ക്കണം. ഡി ഫോർ ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം. NIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ പരോക്ഷ നികുതി. എന്താണ്? അറ്റ പരോക്ഷ നികുതി. മനസ്സിലായോ പറഞ്ഞ കാര്യം? അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് റിയൽ വാല്യൂ കിട്ടത്തുള്ളൂ. അതായത് GNB എന്ന് പറയുന്ന ഫാക്ടർ കോസ്റ്റിലുള്ള വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷനും അതിനകത്ത് ഉപയോഗിക്കുന്ന അറ്റ പരോക്ഷ നികുതിയും കൂടി കുറച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിൽ കിട്ടത്തുള്ളൂ. ക്ലിയർ ആയോ? ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം ഇത് പ്രാക്ടിക്കൽ ലെവലിലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഓപ്ഷനകത്ത് നിന്ന് പറഞ്ഞു നോക്കാം. അതായത് ഇവിടെ പേഴ്സണൽ ഇൻകം അഥവാ വ്യക്തിഗത വരുമാനം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ വ്യക്തിഗത വരുമാനം ഓൾറെഡി പല രീതിയിലും PYQs ആയിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു വർഷം എന്താണ് ഗാർഹിക മേഖലയ്ക്ക്, ഏത് മേഖലയ്ക്കാണ്? ഗാർഹിക മേഖലയ്ക്ക് ഒരു വർഷം എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം ഫ്രം ഓൾ സോഴ്സസ്. ഇപ്പൊ മനസ്സിലായോ? ടോട്ടൽ ഇൻകം ഫ്രം ഓൾ സോഴ്സസ് ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗാർഹിക മേഖലയ്ക്ക് ഒരു വർഷം എല്ലാ സോഴ്സിൽ നിന്നും ലഭിക്കുന്ന ടോട്ടൽ ഇൻകത്തിന് പറയുന്ന പേരാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു വർഷം എപ്പോഴാ? ഒരു വർഷം ഏതു മേഖലയ്ക്ക്? ഗാർഹിക മേഖലയ്ക്ക് എല്ലാ ഇതിൽ നിന്നും ലഭിക്കുന്ന ടോട്ടൽ വരുമാനത്തിന് പറയുന്ന പേരാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഇനി വ്യക്തിഗത വരുമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. എവിടെയുള്ള സ്ഥലം ഉണ്ടോ നോക്കട്ടെ. വ്യക്തിഗത, പുറത്തോട്ട് എഴുതാവേ, വ്യക്തിഗത വരുമാനം. അപ്പൊ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, പേഴ്സണൽ ഇൻകം. NNB എന്ന് എഴുതിയാൽ മതിയോ? ദേശീയ വരുമാനം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഫാക്ടർ കോസ്റ്റില് മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, വിതരണം ചെയ്യപ്പെടാത്ത ലാഭം, മൈനസ് കോർപ്പറേറ്റ് നികുതി, മൈനസ് ഗാർഹിക മേഖല നൽകുന്ന അറ്റ പലിശ, പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഒന്നും ക്ലിയർ ആയി കാണത്തില്ലായിരിക്കും, ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ഒരു വർഷം ഗാർഹിക മേഖലയ്ക്ക് എല്ലാ സോഴ്സുകളിലും നിന്നും ലഭിക്കുന്ന വരുമാനത്തിനെ പേഴ്സണൽ ഇൻകം എന്ന് പറയും. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ദൈവമേ ഈ കോർപ്പറേറ്റ് നികുതിയൊക്കെ ഗാർഹിക മേഖലയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ എവിടൊക്കെ പ്ലസ് കൊടുക്കണമെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ദേശീയ വരുമാനം, അതായത് നാഷണൽ NNB അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? വിതരണം ചെയ്യപ്പെടാത്ത ലാഭം കുറയ്ക്കണം. അതിൽ നിന്ന് കോർപ്പറേറ്റ് നികുതിയും കുറയ്ക്കണം. അതിൽ നിന്ന് എന്തും കുറയ്ക്കണം? ഗാർഹിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന അറ്റ പലിശ കുറയ്ക്കുക. പ്ലസ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് കൂട്ടുക. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ കൂട്ടുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് മാത്രമേ ഉള്ളൂ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുകയാണ്? മൈനസ് ചെയ്യുകയാണ് എന്ന ഒരു ബോധ്യം വേണം. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ മുമ്പേ ദേശീയ വരുമാനം എന്ന് പറഞ്ഞില്ലയോ? ദേശീയ വരുമാനം എന്ന് പറഞ്ഞില്ലേ? അതല്ലേ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്.
റിയൽ വാല്യൂ അതായത് ഡിപ്രീസിയേഷനും പിന്നെ എന്തും കുറയുന്നത്, ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്ട് ടാക്സും കുറയുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതൊക്കെയാണോ ഈ ഒരു പോയിന്റ്? അപ്പൊ ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് നമുക്ക് വിതരണം ചെയ്യപ്പെടാത്ത ലാഭവും കോർപ്പറേറ്റ് നികുതിയും ഗാർഹിക മേഖലയിലെ അറ്റ പലിശയും ഇതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഈ ഒരു പോയിന്റ് എവിടത്തെയാണ്? വിതരണം ചെയ്യപ്പെടാത്ത ലാഭം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ പറയത്തില്ലേ, അതുപോലെ എന്ത് ചെയ്യണം? കുറയ്ക്കുക. അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റും കോർപ്പറേറ്റ് നികുതിയും ഗാർഹിക മേഖലയിലെ അറ്റ പലിശയും കുറച്ച് എന്തുകൊണ്ട് അങ്ങ് കൂട്ടിയിച്ചാൽ മതി? മറ്റ് അടവുകൾ, അതായത് മാറ്റ അടവുകൾ എന്ന് നമ്മൾ പറയത്തില്ലേ, ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, മാറ്റ അടവുകൾ ഇതുകൂടെ ആഡ് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം. ഇത് വേറെ ഏതോ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, പ്രിലിംസിന് വന്നിട്ടില്ലെങ്കിലും മീൻസിനോ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണൽ ഇൻകത്തിന് വേറെ രീതിയിലുള്ളത്. അപ്പൊ എന്തായാലും ഇത് പഠിച്ചു വെച്ചിരിക്കും, വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ എഴുതി കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആവും. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കൂ. പേഴ്സണൽ ഇൻകം കിട്ടുന്നു നോക്കിക്കേ. ഇൻകം ഫസ്റ്റ് നമ്മളിപ്പം പറഞ്ഞെന്തുവാ? ഇൻകം ഈസ് ഈക്വൽ ടു NNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എന്ത് കുറയ്ക്കണം? പ്രോഫിറ്റ് കുറയ്ക്കണം. പിന്നെന്ത് കുറയ്ക്കണം? കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള ടാക്സ് കുറയ്ക്കണം. പിന്നെന്ത് കുറയ്ക്കണം? ഗാർഹിക മേഖല നൽകുന്ന അറ്റ പലിശ കുറയ്ക്കണം. പിന്നെന്ത് കൂട്ടണം? പിന്നെന്ത് കൂട്ടണം? ട്രാൻസ്ഫർ പേയ്മെന്റ്. ഒന്നുകൂടെ എഴുതാം. ഇപ്പൊ ഇത് കിട്ടിയോ? എവിടെ കൂട്ടണം എവിടെ കുറയ്ക്കണം എന്നുള്ളത് കിട്ടി. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന എന്തുവാ? പേഴ്സണൽ ഇൻകം, വ്യക്തിഗത വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ദേശീയ വരുമാനം ഫാക്ടർ കോസ്റ്റിൽ പറയുക. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കണം. അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എന്ത് കുറയ്ക്കണം? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കുറയ്ക്കുക. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കേ. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് മൈനസ് പിന്നെന്തുവാ? ഗാർഹിക മേഖലയിൽ നിന്നുള്ള, ഗാർഹിക മേഖല നൽകുന്ന എന്തു പലിശ? അറ്റ പലിശ പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. അപ്പൊ ഈ ഓപ്ഷൻ കണ്ടാൽ ഇത് കിട്ടുമോ? അത് മതി. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പഠിപ്പിച്ചോട്ടെ, അപ്പൊ വലിയൊരു പോർഷൻ അങ്ങ് കഴിയും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന, അതായത് NNP ഫാക്ടർ കോസ്റ്റിൽ, അതായത് NNP ഫാക്ടർ കോസ്റ്റിൽ പറയണമെങ്കിൽ എന്ത് പറയണം എന്നാ പറഞ്ഞേ? NNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ പറയണമെങ്കിൽ എന്ത് പറയണം? GNP at factor cost minus depreciation plus net indirect tax. ഇത്രയും കിട്ടിയല്ലോ. ഇതുപോലെ നമുക്ക് GDP ഫാക്ടർ കോസ്റ്റിൽ പറയണമെന്ന് വിചാരിച്ചു. GDP അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രം, അവരുടെ വിദേശ വരുമാനം വരുന്നില്ല, അതാ ഉദ്ദേശിക്കുന്നത്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നമുക്ക് പറയണമെങ്കിൽ, അതായത് നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ആണതില്ലേ, മാർക്കറ്റ് വാല്യൂ. അതായത് മുമ്പേ പറഞ്ഞില്ലേ, 120 രൂപയ്ക്ക് സാധനം വിറ്റിട്ട് 150 രൂപ, അതായത് 100 രൂപയ്ക്ക് ഉത്പാദിച്ച് 150 രൂപയ്ക്ക് മാർക്കറ്റ് പ്രൈസ് ഇടുക. അതായത് നമ്മൾ ഒരു GDP മാർക്കറ്റ് പ്രൈസ് പറയുവാണെന്ന് വിചാരിച്ചോ. അപ്പൊ അതിനിടയിൽ എന്തുണ്ട്? മാർക്കറ്റ് പ്രൈസിലാണ് നമുക്ക് ഒരു സംഭവം തന്നിരിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? വെരി ഗുഡ്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഇപ്പൊ ഇത്ര മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ആലോചിച്ചാൽ മതി. ഫാക്ടർ കോസ്റ്റിനോടൊപ്പം NITയും കൂടെ കൂടുമ്പോഴാണ് നമ്മൾക്ക് എന്ത് ലഭിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് ലഭിക്കുന്നത്. അതായത് ഘടക ചെലവിനോടൊപ്പം എന്ത് കൂട്ടുമ്പോൾ? ടാക്സും കൂടെ കൂട്ടുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ലഭിക്കും. ഇപ്പൊ കുറച്ചുകൂടെ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം തന്നാൽ മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലയോ? അതായത് ഫാക്ടർ കോസ്റ്റ് തന്നാലും മാർക്കറ്റ് പ്രൈസ് തന്നാലും NIT എത്ര ആണെന്നോ, NIT തന്നിട്ട് മാർക്കറ്റ് പ്രൈസ് തന്നാൽ ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനും ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ എപ്പോഴും ആരായിരിക്കും ചെറുതായിട്ട് വരുന്നത്? ഫാക്ടർ കോസ്റ്റും ആയിരിക്കും ചെറുതായിട്ട് വരുന്നത്, മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും എപ്പോഴും വലുതായിട്ട് വരുന്നത്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അതിനകത്തുള്ള പരോക്ഷ നികുതി കുറയ്ക്കുന്ന സമയത്ത് GDP ലഭിക്കും. പക്ഷെ നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള ഫാക്ടർ കോസ്റ്റ് നെറ്റ് നാഷണൽ ഇത് കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് കുറച്ചാൽ അവിടെ ഡിപ്രീസിയേഷൻ ഈസ് മസ്റ്റ്. മനസ്സിലായി? തേയ്മാനം കൂടെ പറയണം. ഈ ഇൻഡയറക്ട് ടാക്സിനോടൊപ്പം എന്തുകൂടെ കുറയണം?
ഡിപ്രീസിയേഷനോടെ പറയണം. ദാറ്റ്സ് ഓൾ. മനസ്സിലായി? നെറ്റ് എടുക്കുമ്പോൾ എന്ത് പറയണം? തേയ്മാനം പറയണം. നെറ്റ് എടുക്കുമ്പോൾ തേയ്മാനം വരും. ക്ലിയർ? മനസ്സിലായോ നന്നായിട്ട്? അപ്പൊ ഇതൊന്നുകൂടെ പരീക്ഷയുടെ അന്ന് രാവിലെ നോക്കിയിട്ട് വേണം ഈ കണ്ടന്റ് പോവാൻ വേണ്ടിയിട്ട്. ഇതിന് ചോദ്യം ഉറപ്പായിട്ടും വരും ഏതെങ്കിലും, കേട്ടോ. അപ്പൊ അത് നമുക്ക് സംശയം ഇല്ലാതിരിക്കാനാണ് അതൊന്നുകൂടെ നോക്കിയിട്ട് പോകണം എന്ന് പറയുന്നതിന്റെ അർത്ഥം.